കോഴിക്കോട് പെരുവായിലിൽ വീട്ടുമുറ്റത്തെ കിണറും ശുചിമുറിയും ഇടിഞ്ഞു താഴ്ന്നു. പെരുവേൽ സ്വദേശി ഷമീറിന്റെ വീട്ടിലെ കിണറാണ് തകർന്നത്. വീട് അപകടാവസ്ഥയിലാണ്. ആ ദൃശ്യങ്ങൾ കാണാം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ വായിച്ചിരുന്ന. അഭിജിത്ത്, സെക്കൻഡുകൾക്കുള്ളിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്ന് അതിനുള്ളിലേക്ക് ആ വാട്ടർ ടാങ്കും അത് നിലനിന്നിരുന്ന കെട്ടിടവും അടക്കം പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് വീടിന്റെയും ആ ഭാഗം. അവിടെയൊക്കെ ഇളകിയ മട്ടിലാണ്. വീട്ടുകാർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടാകും. തീർച്ചയായും അത് വലിയ ആശങ്കയുണ്ട്, പരിഭ്രാന്തിയുണ്ട്. സ്വാഭാവികമാണ്. ആ കിണറിന്റെ ഒരു വശം നേരത്തെ തന്നെ ഇടിഞ്ഞിരുന്നതാണ്. ഇപ്പോഴിതാ പൂർണ്ണമായും ആ കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെയാണ് ശുചിമുറി ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന് മുകളിൽ ഈ വാട്ടർ ടാങ്ക് ഒക്കെ ഉള്ള ഒരു ശുചിമുറിയാണ്. അതോ ഈ കിണറിനോടൊപ്പം തന്നെ ഇടിഞ്ഞു താഴ്ന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായി കഴിയുന്നത്. മാവൂർ പെരുവയൽ ഷമീറിന്റെ വീട്ടിലെ കിണറാണ് ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. വലിയ ശക്തമായ മഴ തന്നെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു അപകടം തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പരിഭ്രാന്തി, ആശങ്ക വീട്ടുകാർക്കുണ്ട്. അതിനുള്ളൊരു കാരണം വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കിണറും ശുചിമുറിയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീടിന്റെ മുറ്റവും അതോടൊപ്പം തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ വീടും അല്പം അപകടാവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഒരു ഗർത്തത്തിന് സമാനമായി ആ ഭാഗം ഒന്നാകെ തന്നെ വലിയൊരു കുഴി പോലെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ആ കിണറിനോട് ചേർന്ന ഭാഗം. അതിനാൽ തന്നെ വീട് കൂടി അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ആ വീട്ടിലുള്ളവർ നിലവിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപകടം സംഭവിക്കുന്ന സമയത്തും അവർ വീടിന് പുറത്തായിരുന്നു. നിലവിൽ ഏതായാലും ആളുകൾ അവിടെ കയറി നിലവിൽ അവിടെ താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല മാധു ഇപ്പോഴുള്ളത്. നല്ല മഴയും തുടരുന്നുണ്ട് അല്ലേ? പെരുവേൽ മേഖലയിൽ മഴയുണ്ടോ അഭിജിത്ത്? മാധു, നല്ല മഴയുണ്ട്. പെരുവേൽ പ്രത്യേകിച്ച് അവിടെയൊക്കെ ഈ താഴ്ന്ന പ്രദേശമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാകുന്ന ഭാഗങ്ങൾ കൂടിയാണ് ഈ പെരുവയൽ, മാവൂർ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. റോഡുകളൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണുള്ളത്. മാത്രമല്ല വലിയ കൃഷിനാശം ഈ മേഖലയിലൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ ഇന്നലത്തെ അത്രയില്ല, പക്ഷേ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുന്നതിന് കാലതാമസം നേരിടും. അങ്ങനെയാകുമ്പോൾ വീടുകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വലിയ ആശങ്ക വീട്ടിലുള്ളവർക്കൊക്കെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ഉണ്ട്. നിലവിൽ മാവൂർ പെരുവയൽ പ്രദേശത്തൊക്കെ മഴ പെയ്യുകയാണ്, വെള്ളക്കെട്ടുമുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ആ കിണർ ഇടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ആ കിണർ പോയതിന് പിന്നാലെ അതിന് തൊട്ടപ്പുറത്തുള്ള ബാത്റൂമും അതിന് മുകളിലുണ്ടായിരുന്ന വാട്ടർ ടാങ്കും അടക്കമുള്ളവ പോയിരിക്കുന്നു. വീട് തൊട്ടടുത്താണ്, നമുക്ക് കാണാം. അതുകൊണ്ട് അവർക്ക് വലിയ പേടിയുമുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.